പരോക്ഷമായി ഔദ്യോഗിക പരിപാടികളെ RSSന്റെ പരിപാടികളാക്കി മാറ്റുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ കേരളത്തിലെ രാജ്ഭവനെ RSSന്റെ ശാഖയാക്കി മാറ്റുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പരിപാടിക്ക് വെച്ച് RSSന്റെ പതാക പിടിച്ച ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ട് ഗവർണർ പങ്കെടുത്തുകൊണ്ട് പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. വലിയ വിദ്യാർത്ഥി ഉത്സവത്തിന്റെ ഭാഗമായി എസ്എഫ്ഐയുടെ സമരത്തിന്റെ ഭാഗമായി അവിടുത്തെ സർവകലാശാലയുടെ അധികാരികളായിട്ടുള്ള സിൻഡിക്കേറ്റ് തീരുമാനിക്കുകയും ആ പരിപാടി റദ്ദു ചെയ്യുവാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്യുന്നതുണ്ടായി. എന്നാൽ സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് ആ പരിപാടി റദ്ദു ചെയ്യുവാൻ തീരുമാനിക്കുമ്പോൾ ആ സർവകലാശാലയുടെ സിൻഡിക്കേറ്റിനെ വെല്ലുവിളിച്ചുകൊണ്ട് RSSന്റെ ഗവർണർ അർലേക്കർ അവിടെ എത്തുകയും ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ഉണ്ടായി. ഇന്നിപ്പോൾ ആ വാർത്ത പുറത്തു വന്നിരിക്കുന്നു. കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് തീരുമാനം നടപ്പിലാക്കിയ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുകയാണ്. ഇവിടെ ആരാണ് നിയമവിരുദ്ധമായി പ്രവർത്തിച്ചത്? ഇവിടെ കേരള സർവകലാശാലയുടെ നിയമങ്ങളെയും ചട്ടങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് പ്രവർത്തിച്ചത് കേരളത്തിലെ സർവകലാശാലയുടെ ചാൻസലറായിട്ടുള്ള ഗവർണറാണ്. ഇവിടെ അടിയന്തരമായി രജിസ്ട്രാർക്കെതിരെയുള്ള നടപടി പിൻവലിച്ചില്ലെങ്കിൽ വലിയ സമരങ്ങളുമായി മുന്നോട്ട് പോകാനാണ് എസ്എഫ്ഐ തീരുമാനിച്ചിട്ടുള്ളത്. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഭാഗമായി സൂചനാ മാർച്ച് സമരമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്.